സമസ്തയുടെ നേതൃപദവിയിൽ നീണ്ട വർഷങ്ങളായിക്കൊണ്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന നിസ്വാർത്ഥ സേവകൻ, തന്റെ എളിമയിലും ലാളിത്യത്തിലും സമസ്തയുടെ പ്രവർത്തനങ്ങൾക്ക് ഏജസ്സും നൽകിയ ബഹുമാന്യനായ എം.എ. ചളാരി ഉസ്താദ് അവറുകൾ നമ്മോട് സംസാരിക്കുന്നു. സ്നേഹപൂർവ്വം ഉസ്താദ് അവറുകളെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ആദരണീയരായ പണ്ഡിതന്മാരെ, സാദാത്തുമാരെ, സ്റ്റേജിലും സദസ്സിലുമുള്ള ബഹുമാനപ്പെട്ട ഉലമാക്കളെ, ഉമറാക്കളെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ സംരംഭം ഒരു സ്വാലിയായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു തആല നമുക്ക് പുറത്തു തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞുപോയ നമ്മുടെ മഹത്തുക്കളായ നേതാക്കൾ, പണ്ഡിതന്മാർ, നമ്മുടെ ബന്ധപ്പെട്ടവർ, മാതാപിതാക്കൾ, അവരുടെയൊക്കെ പരലോക ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല ധന്യമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ നേതാക്കളിൽ പലവരും രോഗത്തിൽ കഴിയുന്നുണ്ട്. അവരുടെ രോഗങ്ങളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല എത്രയും എളുപ്പത്തിൽ ശിഫയാക്കി മുസ്ലിം ഉമ്മത്തിന് ദീർഘകാലം സേവനം ചെയ്യാനുള്ള എല്ലാവിധ കഴിവും ശേഷിയും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനികളെ, നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു മഹത്തായ സദസ്സാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അതങ്ങനെ തന്നെ കബൂൽ ചെയ്യുമാറാകട്ടെ. അർഹമായ പ്രതിഫലം നമുക്ക് ഇഹത്തിലും പരത്തിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ആരംഭത്തെക്കുറിച്ചും ആരംഭ കാലഘട്ടത്തിൽ 25 വർഷക്കാലം മഹാന്മാരായ പണ്ഡിതന്മാർ യഥാർത്ഥമായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി പടവരുതി പരിശുദ്ധ ദീനിനെ നിലനിർത്താൻ ശ്രമിച്ചതും വന്ദ്യരായ ഉസ്താദ് ഇവിടെ വളരെ വിശദമായി പറയുകയുണ്ടായി. അതിന്റെ 25 വർഷം പിന്നിട്ടതിനു ശേഷം 1951 അതിന്റെ കീഴ്ഘടകമായിക്കൊണ്ട് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്ന ഒരു മഹത്തായ വിദ്യാഭ്യാസ സംഘടനയ്ക്ക് രൂപം നൽകുകയുണ്ടായി. അത് മഹാനവറുകൾ വളരെ വിശദമായി തന്നെ ഇവിടെ സമർപ്പിക്കപ്പെട്ടു. ഏതാനും 10 ലക്ഷത്തോളം വരുന്ന 10 ലക്ഷത്തിൽ പരം വരുന്ന വിദ്യാർത്ഥികൾ ഇന്ന് 10,000-ഓളം വരുന്ന മദ്രസകളിലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ല. കേരളത്തിൽ ജീവിക്കുന്ന, കേരളത്തിന്റെ മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും അറിയാം എന്താണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അതിന്റെ കീഴ്ഘടകങ്ങളുടെ പ്രവർത്തനം എന്താണ് എന്ന് വളരെ വ്യക്തമായി അറിയും. മഹാന്മാരായ പണ്ഡിതന്മാർ ജീവിച്ചു കാണിച്ചു കൊടുത്ത പ്രസ്ഥാനമാണത്. അല്ലാഹുവിന്റെ റസൂലും അവിടുന്ന് കൽപ്പിക്കപ്പെട്ടതുപോലെ എങ്ങനെ മനുഷ്യൻ ജീവിക്കണമെന്നതിനെക്കുറിച്ച് അവിടുന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കുകയും അത് ആ പണ്ഡിതന്മാർ ഏറ്റെടുത്തുകൊണ്ട്
തന്റെ സഹോദരന്മാർക്ക് അത് കാണിച്ച് പഠിക്കാനുള്ള മേഖല സൃഷ്ടിക്കുകയും ചെയ്തു. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു കുട്ടിക്ക് തന്റെ പിതാവ് പഠിപ്പിക്കേണ്ടുന്ന ഉത്തരവാദിത്തങ്ങളാണ് ഇന്ന് നാം ഇന്ന് ഈ രൂപത്തിലെല്ലാം ചെയ്തു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷാകർത്താവിന് ആ കുട്ടിയെ പഠിപ്പിക്കേണ്ടുന്ന ബാധ്യത ആ രക്ഷാകർത്താവിൽ നിക്ഷിപ്തമാണ് എന്ന് നമുക്കൊക്കെ അറിയും. പക്ഷേ നാം ആരും തന്നെ ആ ഉത്തരവാദിത്തം നിർവഹിക്കപ്പെടുന്നില്ല. അത് നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് മഹത്തായ ഈ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് അതിലൂടെ നമ്മളെ മക്കളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. 5 വയസ്സ് പ്രായമാകുമ്പോൾ അള്ളാഹുവിനെക്കുറിച്ചും അവന്റെ പ്രവാചകനെക്കുറിച്ചും അത്യാദി കാര്യങ്ങൾ അവന് മനസ്സിലാക്കിക്കൊണ്ട് കൊടുക്കേണ്ടുന്ന ബാധ്യത ഒരു രക്ഷാകർത്താവിനുണ്ടെങ്കിൽ ആ രക്ഷിതാവ് ചെയ്യുന്ന പ്രവർത്തനം എന്താണെന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. 5 വയസ്സ് പ്രായമാകുമ്പോൾ ഒരു കുട്ടിയുടെ കൈ പിടിച്ചുകൊണ്ട് നമ്മുടെ മദ്രസയിൽ വന്നുകൊണ്ട് സദർ ഉസ്താദിനോട് പറയുന്നു, ബഹുമാനപ്പെട്ട ഉസ്താദേ, ഇതെന്റെ മകനാണ്, ഇവൻ 5 വയസ്സായിരിക്കുന്നു, ഇവനെ ഇവിടെ 1-ാം ക്ലാസ്സിൽ ചേർത്തേണ്ടതുണ്ട്, ഞാൻ അതിന് കൊണ്ടുവന്നതാണ്. വളരെ സന്തോഷപൂർവം കേവലം 5 വയസ്സ് പ്രായമായ ആ വിദ്യാർത്ഥിയെ അവിടെ അഡ്മിഷൻ കൊടുക്കുന്നു. ആ കുട്ടിക്ക് 6 വയസ്സാകുമ്പോഴേക്ക് തന്നെ പരിശുദ്ധ ഖുർആനിലെ ഫാത്തിഹ പഠിക്കാനുള്ള അവസരം വരെ ഉണ്ടാക്കി കൊടുക്കുന്നു. 5 വയസ്സ് പ്രായമായി അവനെ ചേർക്കുമ്പോൾ പ്രഥമമായി പഠിപ്പിക്കേണ്ടുന്ന അള്ളാഹുവിനെക്കുറിച്ചും പ്രവാചകനെക്കുറിച്ചും തുടങ്ങിയ കാര്യങ്ങൾ ആ കുട്ടി പഠിച്ചിരിക്കുമെന്നതാണ് സത്യം. അങ്ങനെ ഒരു 10 വയസ്സാകുമ്പോഴേക്ക് 5-ാം തരത്തിലെത്തുമ്പോഴേക്ക് ആ കുട്ടിക്ക് കേവലം ഖുർആനിലെ കുറെ ഭാഗങ്ങളും നമസ്കാരാദി കാര്യങ്ങൾ എങ്ങനെ നിർവഹിക്കണം, അതിന്റെ ഷർത്ത് ഫർദ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ആ കുട്ടികൾ പഠിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ഉസ്താദുമാർ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനത്തിന്റെ ഏറ്റവും വലിയ ഗണം. അങ്ങനെ ഒരു കുട്ടി 7-ാം ക്ലാസ്സും 10-ാം ക്ലാസ്സും ഒക്കെ എത്തിയാൽ 7-ാം ക്ലാസ് കഴിഞ്ഞ് 5-ാം ക്ലാസ്സിലെത്തുമ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്ത് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ആ കുട്ടിക്ക് ഒരു സനത് കൊടുക്കുന്നു. 7-ാം ക്ലാസ്സിലെത്തിയാൽ വീണ്ടും ഒരു സനത് കൊടുക്കുന്നു. 10-ാം ക്ലാസ്സിലെത്തിയാലും അതേപോലത്തെ +2 വരെ കഴിയുമ്പോഴേക്ക് ആ കുട്ടിക്ക് ദീനിയായ കാര്യങ്ങൾ, ഏതാനും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. തന്റെ പിതാവിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ ആ കുട്ടി പഠിച്ചിരിക്കുന്നു 7-ാം ക്ലാസ്സിലെത്തുമ്പോഴേക്ക് തന്നെ. എന്റെ പിതാവിനെ എങ്ങനെയാണ്, എന്റെ പിതാവ് മരണപ്പെട്ടാൽ അവന് മയ്യത്ത് കുളിപ്പിക്കേണ്ടത് എങ്ങനെയാണ്, അവനക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും ഒരു 10-ാം ക്ലാസ്സിലെത്തുന്ന കുട്ടിക്ക് പരിപൂർണമായിട്ട് നമ്മുടെ മദ്രസകളിൽ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നു. ആ മയ്യത്ത് ആ കുട്ടിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് മയ്യത്ത് നിസ്കരിക്കുമ്പോൾ അവൻ കണ്ണുനീരോടുകൂടി പറയുന്നു, എന്റെ പിതാവിന്റെ മയ്യത്താണിതെന്ന ബോധത്തോടും കൂടിയും വേദനയോടുകൂടും അള്ളാഹുവിനോട് പറയുന്നു, അള്ളാഹുവേ എന്റെ പിതാവിന് നീ പുറത്തു കൊടുക്കണേ എന്നീ തുടങ്ങിയുള്ള പ്രാർത്ഥനയുടെ ആ മയ്യത്തിന് വേണ്ടി പൊറുക്കലിനെ തേടുന്നു. നിങ്ങൾ നോക്ക്, നമ്മളെ കുട്ടികളെ നമ്മൾ ശരിക്കും നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി നമ്മുടെ മദ്രസയിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് 7-ാം ക്ലാസ്സും 10-ാം ക്ലാസ്സും 12-ാം ക്ലാസ്സും ഒക്കെ പഠിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണിത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, ദീൻ ഇവിടെ നിലനിൽക്കണം, മദ്രസ ഇവിടെ നിലനിൽക്കണം. മദ്രസയിലൂടെ നമ്മുടെ മക്കളെ ഇവിടെ പഠിക്കേണ്ടതുണ്ട്. അത് പഠിച്ചതുകൊണ്ടാണ് നമുക്കും നമ്മുടെ പൂർവികരെ പിൻപറ്റിക്കൊണ്ട് നമുക്ക് മുന്നേറാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു പ്രവർത്തനമാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡും സമസ്ത കേരള ജമിയത്തുൽ ഉലമായും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകൃത മദ്രസയിൽ അധ്യയനം നടത്തുന്ന അധ്യാപകരുടെ സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ എന്ന സംഘടന. അത് ഇന്ന് കേരളത്തിലെ 415 റേഞ്ചുകളിലായിട്ട് പ്രവർത്തിച്ചു വരുന്നു. അതിൽപ്പെട്ട ഒരു റേഞ്ചാണ് തൂവക്കൊന്ന് റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ എന്നത്.
അതിന്റെ ഒരു മഹത്തായ സമ്മേളനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? സമസ്ത കേരള ഇസ്ലാം മത അംഗീകൃത അംഗീകാരത്തിൽ കീഴിൽ പ്രവർത്തിക്കുന്ന സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകാരമുള്ളിടത്ത് വ്യവസ്ഥകൾക്ക് വിധേയമായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന അധ്യാപകൻ ഉൾക്കൊള്ളുന്ന സംഘടനയാണ്. അതിന്റെ പ്രാഥമിക യൂണിറ്റ് എന്ന് പറയുന്നത് മദ്രസയിലുള്ള മുഅല്ലിം സർവീസ് രജിസ്റ്റർ എടുത്ത അധ്യാപകന്മാരും ആ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന മാനേജിംഗ് കമ്മിറ്റിയിൽ 3 പേരും ഉൾക്കൊള്ളുന്നതാണ് ഒരു പ്രാഥമിക യൂണിറ്റ്. അങ്ങനെയുള്ള പ്രദേശത്തുള്ള ഏതാനും മദ്രസകളിലെ യൂണിറ്റ് കൂടിയതാണ് റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ എന്ന് പറയുന്നത്. ഇവിടെ തൂവക്കുന്നിലുള്ള ഏതാനും 10-12 മദ്രസകൾ ഒരുമിച്ച് കൂടിയ ഒരു റേഞ്ചാണ് തൂവക്കുന്ന് റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ എന്ന് പറയുന്നത്. അവരാൽ നയിക്കപ്പെടുന്ന ഒരു സംഘടനയാണ് സ്റ്റേറ്റ് ജമിയത്തുൽ മുഅല്ലിമീൻ. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ബോർഡിലെ നേതാക്കളും അതേപോലെ തന്നെ ജില്ലയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ജില്ലാ പ്രതിനിധികളും ഉൾക്കൊള്ളുന്നതാണ് സംസ്ഥാന കമ്മിറ്റി എന്ന് പറയുന്നത്. അവരൊരുമിച്ച് കൂടി അവരുടെ പ്രവർത്തനങ്ങൾക്ക് രൂപവും ഭാവവും നൽകുന്നു. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ റേഞ്ചുകളിൽ എന്തിനാണ് 2 മാസം കൂടുമ്പോൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നത്? നമ്മുടെ പിഞ്ചുമക്കൾക്ക് എളുപ്പമാർഗത്തില് കാലോചിതമായ നിലയ്ക്ക് എങ്ങനെ വിദ്യ നൽകാൻ കഴിയുമെന്നതിനെ കുറിച്ച് കൂടി ആലോചിക്കുകയും അതിനുപയുക്തമായ നിലയ്ക്കുള്ള അധ്യാപന മെത്തേഡുകളും കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കാനാണ് ബഹുമാനപ്പെട്ട പൂക്കോട്ടൂർ സാഹിബ് നമ്മുടെ സ്റ്റേജിലെത്തി. അതിനൊരുമിച്ച് കൂടുകയും നമ്മുടെ അധ്യാപകർക്ക് ആവശ്യമായ കുട്ടികളെ എളുപ്പമാർഗങ്ങളിൽ ഇപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷക്കാലമായി തദ്രീബ് എന്നൊരു പുതിയ ഒരു പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് നമ്മുടെ മദ്രസയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു പുതുമയോടുകൂടി നമ്മുടെ മക്കൾക്ക് കാലോചിതമായിട്ട് ഇൽമുകൾ എളുപ്പമാർഗത്തിൽ എത്തിച്ചു കൊടുക്കാനുള്ള വഴികളാണ് അതിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അത് റേഞ്ച് യോഗത്തിൽ അധ്യാപകന്മാർ കൂടുന്നു, അവിടെ ആ പ്രവർത്തനവും നടക്കുന്നു. പിന്നെ ഈ ബഹുമാനപ്പെട്ട അധ്യാപകന്മാർ വെറും അവരുടെ മദ്രസാ പ്രവർത്തനവുമായി മുന്നേറുമ്പോൾ അവർക്ക് പലവിധ പ്രശ്നങ്ങളുമുണ്ട്. അവരുടെ ജീവിതമാർഗത്തിൽ പലവിധത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവരെ സ്റ്റേറ്റ് കമ്മിറ്റി തന്നെ ചില പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് നടപ്പിൽ വരുത്തി വരുന്നുണ്ട്. അതാണ് റേഞ്ചിന്റെ ഒരു പ്രവർത്തനത്തില് റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രവർത്തനങ്ങൾ. അതാണ് മുഅല്ലിങ്ങൾക്കായിട്ട് ക്ഷേമനിധി സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇത് പറയുമ്പോൾ വളരെ വിശദമായി തന്നെ പറയാനുണ്ട്, പക്ഷേ ഈ സന്ദർഭം ഞാൻ അതിനെ ഉപയോഗപ്പെടുത്തുന്നില്ല. പക്ഷെ നമ്മുടെ ചില മദ്രസിലെ മുഅല്ലിങ്ങൾക്ക്, തുവക്കുന്നിലെ മുഅല്ലിങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ചില കാര്യങ്ങളിലൊക്കെ അത്തരം രംഗത്തേക്ക് ഉയർന്നു വരാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്താണ് അതിന്? ഏത് പ്രവർത്തനം നടത്തുമ്പോഴും ആ പ്രവർത്തനങ്ങൾക്കൊക്കെ അത് നടത്തിക്കൊണ്ടുപോകാൻ ഒരു നിയമനിർദ്ദേശങ്ങളും ഒരു ചട്ടങ്ങളും അനിവാര്യമായി വരും. അങ്ങനെയുള്ള ചട്ടങ്ങൾക്കും നിയമനിർദ്ദേശങ്ങൾക്കും വിധേയമാകാതെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയാൽ ചിലപ്പോൾ അവർക്ക് അത് നേടിയെടുക്കാൻ കഴിയാതെ വരും. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുഅല്ലിങ്ങൾക്കത്
വളരെ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് അതിന്റെ കേന്ദ്ര സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള എല്ലാവിധ ആൾക്കാരുടെയും പൂർണ്ണമായ സഹകരണങ്ങളും അതിലുണ്ടാകേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാരാണ് നമ്മുടെ ഉസ്താദന്മാർ. അവർക്ക് അവരുടെ എല്ലാവിധ പ്രശ്നങ്ങളിലും നാം ഇടപെടേണ്ടതുണ്ട്. അവർക്ക് ആവശ്യമായ എല്ലാ സഹായ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്തു കൊടുത്തെങ്കിൽ മാത്രമേ സമാധാനത്തോടു കൂടി ഇരുന്ന് നമ്മുടെ മക്കൾക്ക് ആവശ്യമായ ഇൽമുകൾ നൽകാൻ അവർക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് അവർക്ക് നാം നമ്മുടെ വീട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ തന്നെ ഒരംഗത്തെ പോലെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ട് അവർക്ക് എല്ലാവിധ സഹായവും സഹകരണങ്ങളും നാം ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മുടെ മുഅല്ലിങ്ങളും ഈ കാര്യത്തിൽ നമുക്ക് നമ്മുടെ കേന്ദ്രത്തിൽ നിന്ന്, കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന്, സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ സമ്പാദിക്കാനുള്ള കഴിവ് നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മുടെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതോടുകൂടി ആ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല. അതും നാം ശ്രദ്ധിച്ച് പോകേണ്ടതാണ്. ഏതാനും ഇപ്പൊ കഴിഞ്ഞൊരു വർഷത്തെ എടുത്ത് നോക്കിയാൽ വർഷം തന്നെ മുഅല്ലിം ക്ഷേമനിധിയിൽ നിന്ന് വിവിധങ്ങളായ കാര്യങ്ങൾക്ക് അധ്യാപകന്മാരുടെ മക്കളെ വിവാഹം, വീട് നിർമ്മാണം, അടിയന്തര സഹായം, രോഗചികിത്സ, അവശത സഹായം, അതേപോലെ വിധവ സംരക്ഷണം, മരണസഹായം, കിണർ കുഴിക്കൽ തുടങ്ങിയുള്ള പലവിധ കാര്യങ്ങൾക്കായി 1,20,00,000 ഉറുപ്പിക കഴിഞ്ഞ ഒരു വർഷത്തിൽ തന്നെ അധ്യാപകന്മാർക്ക് ആ ഇനത്തിലും മാത്രം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അവരെ കേന്ദ്ര സംഘടനയിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നതാ. അതൊക്കെ വാങ്ങാൻ അവർക്ക് കഴിയണം. പക്ഷെ ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇത്ര വലിയ സംഖ്യ പറയുമ്പോൾ നമുക്ക് തോന്നും ഒരു വലിയ സംഖ്യ അത്തരം ഇനങ്ങളിലൊക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാകുമെന്ന്. ഇല്ല, ഈ കിട്ടിയ ആൾക്ക് കേവലം 5,000-ഉം 10,000-ഉം ഒക്കെയാണ് കിട്ടുക. നാം മനസ്സിലാക്കേണ്ടത് അത്ര വലിയ ഒരു അംഗസംഖ്യയുള്ള ഒരു അധ്യാപക സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിൽ. അങ്ങനെ വരുമ്പോൾ വളരെ ചെറിയ സംഖ്യയെ അവർക്ക് എത്തിപ്പെടുകയുള്ളൂ. വീടില്ലാത്തവന് വീടുണ്ടാക്കാനുള്ള ഒരു പ്രചോദനം നൽകുക എന്നത് മാത്രമാണ് വീട് നിർമ്മിക്കുന്നതിൽ ഉദ്ദേശിക്കപ്പെടുന്നത്. ഏതാനും 22,000-ഓളം വരുന്ന അധ്യാപകന്മാർക്ക് വീടില്ലാതെ വാടക വീട്ടിലൊക്കെ താമസിച്ചിരുന്ന പ്രവർത്തകർക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ ജമിയത്തുൽ മുഅല്ലിമീന്റെ പ്രവർത്തനം കൊണ്ട് അത് പ്രചോദനമായി എന്നതാണ് അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഈ 83-ൽ ആരംഭിച്ച ആ സംഗതി 2013 കോടികളായി ഇനത്തിൽ ചെലവഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഏതാനും 22,000 പേർക്ക് വീട് മാത്രം നിർമ്മിക്കാൻ സഹായം നൽകിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ രോഗങ്ങളുണ്ടായാൽ ചെറിയ ചെറിയ സഹായം, വിവാഹത്തിന് മാക്സിമം കിട്ടിയാൽ 20,000 ഉറുപ്പികയാണ് ഒരാൾക്ക് സഹായം കൊടുക്കുക. പിന്നെ സർവീസ് ആനുകൂല്യങ്ങൾ എല്ലാ കൊല്ലവും അധ്യാപകന്മാർക്ക് സർവീസ് ആനുകൂല്യം കിട്ടും. അവിടെ കുറച്ചേ ഉള്ളൂ. അങ്ങനെയാണെങ്കിലും 1,000 ഉറുപ്പിക ഒരു കൊല്ലത്തിൽ ആ ഇനത്തിൽ തന്നെ അവർക്ക് കൊടുത്താലും കഴിഞ്ഞ കൊല്ലം 30 ലക്ഷം ആ ഇനത്തിൽ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെ പല വിധത്തിലുള്ള, ഞാനിപ്പോ അതൊന്നും ഇവിടെ വളരെ വിശദമായി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതൊക്കെ ചെയ്തു വരുന്ന പ്രവർത്തനത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രമാണ്. പിന്നെ മറ്റൊന്നുള്ളത് മുഅല്ലിം പെൻഷൻ 35 വർഷക്കാലം സേവനം ചെയ്യുകയും 60 വയസ്സ് പ്രായമാകുകയും ചെയ്ത ഒരു അധ്യാപകന് പിന്നീട് തുടർന്ന് ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം വന്നാൽ അവരുടേതായ ജമിയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിൽ അപേക്ഷ നൽകിയാൽ പ്രതിമാസം 600 രൂപ വീതം അവരുടെ വീട്ടിലെത്തിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ ഡിസംബർ വരെ കൊടുത്തിരുന്നത് 500 രൂപയാണെങ്കിൽ ഈ ജനുവരി മുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 600 രൂപയാണ്.
ഇത്ര വലിയൊരു സമൂഹത്തിന് 600 രൂപ കണ്ടും പ്രതിമാസം കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒരു വർഷത്തിൽ ലക്ഷങ്ങൾ വേണം. അപ്പൊ അത്തരം പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നത്, മാലിന്യങ്ങൾ ചിലപ്പോൾ മാലിന്യം ഫണ്ട് കൊല്ലത്തിൽ എന്തെങ്കിലും ഒരു ഫണ്ട് സ്വരൂപിച്ച് കിട്ടുന്ന പ്രവർത്തനവുമായൊക്കെ വരുമ്പോൾ നാം അത് ഇന്നതിന് വേണ്ടിയാണ്. ഇതിൽ നിന്നൊരു നയാ പൈസ പോലും മറ്റിടങ്ങളിലേക്ക് പോകുകയില്ല. നമ്മുടെ ഈ മക്കളെ പഠിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ പ്രവർത്തനങ്ങളിലേക്കും അവരുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ കഴിഞ്ഞാൽ അതിലേക്കുള്ള ഒരു തണൽ നൽകൽ മാത്രമാണ് നാം ചെയ്യുന്നതെന്ന ബോധത്തോടു കൂടി വളരെ ഭംഗിയായ നിലയിൽ അതിനെ നിങ്ങൾ സഹായിക്കണം എന്നും കൂടി ഈ അവസരത്തിൽ നിങ്ങൾ ഉണർത്തുകയാണ്. പിന്നെ ഈ റേഞ്ച് യോഗങ്ങളില് ഒക്കെ കൃത്യമായി നമ്മുടെ അധ്യാപകന്മാർ പങ്കെടുക്കുകയും അങ്ങനെ പങ്കെടുക്കുന്നുണ്ടോ എന്ന് മാനേജിംഗ് കമ്മിറ്റികളൊക്കെ ശ്രദ്ധിക്കുകയും റേഞ്ചിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ അത് സംബന്ധമായി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ അധ്യാപകന്മാർക്ക് കൃത്യമായി റേഞ്ച് യോഗങ്ങളിൽ ബന്ധപ്പെടാൻ കഴിയാതെ പോകുന്നത് എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് ശ്രദ്ധിക്കണമെന്നും ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ സുദീർഘമായി സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ഈ അവസരത്തിൽ ദുആ ചെയ്തുകൊണ്ടും ഇവിടെ വളരെ നല്ല നിലയിൽ ഇങ്ങനെയെല്ലാം ഒരുമിച്ചുകൂടി ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ രൂപവും നൽകി പ്രവർത്തിച്ച നമ്മുടെ റേഞ്ചിന്റെ പ്രവർത്തകർക്കൊക്കെ ഈ അവസരത്തിൽ അവരൊക്കെ അഭിനന്ദിക്കുകയാണ്. റേഞ്ചിന്റെ പ്രവർത്തനം ഈ നിലയിൽ ഇവിടെ ഇത്രയും ഭംഗിയായി നടത്താൻ കഴിഞ്ഞു. അത് നമുക്ക് നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയണം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ ബഹുമാനപ്പെട്ട മാനേജിംഗ് കമ്മിറ്റി അതിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രദ്ധിക്കാനുള്ള വഴി ഉണ്ടാകണം എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ശ്രദ്ധയിലും അത് കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ആ മഹൽ പ്രസ്ഥാനത്തിൽ ഒരു കണ്ണിയായി ജീവിച്ച് അതിന്റെ ഖാദിമുകളായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ പരിശുദ്ധ സംഘടനയുടെ ആ മഹത്തായ സംഘടനയുടെ ഒരു കണ്ണിയായി നമുക്ക് ജീവിക്കണം. നമ്മുടെ മക്കളും ആ വഴിക്ക് സഞ്ചരിക്കാൻ കഴിയണം. നാം ഈ മദ്രസാ പ്രസ്ഥാനത്തിന് എന്തൊരു സഹായം ചെയ്യുന്നുവോ എങ്കിൽ നമ്മൾ ഓർക്കേണ്ടത് 10 ലക്ഷം കുട്ടികൾ ഒരേ സമയത്ത് പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ 3 സ്വലാത്ത് വീതം ചൊല്ലിയാൽ എത്ര സ്വലാത്ത് പ്രവാചകന്റെ ഹൃദയത്തിലേക്ക് എത്തും. അതിനൊക്കെ നമ്മൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ, ഒരു മദ്രസ ഉണ്ടാക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്താൽ അതിലൊക്കെ നമുക്കൊക്കെ പങ്കാളിത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലാഹു തആല അതിനൊക്കെ തക്കതായ പ്രതിഫലം നമുക്ക് നൽകി പരലോകത്ത് നമുക്ക് അതിന്റെ പ്രതിഫലം ലഭ്യമാക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.